ഹലോ എവറിബഡി, വെൽക്കം ടു ജോ ടോക്സ് ഫുട്ബോൾ. ഇത് എൻ്റെ ചാനൽ സ്ഥിരം കാണുന്നവർക്കറിയാം. ഞാൻ ഉള്ള യൂഷ്വൽ സ്റ്റുഡിയോയിലല്ല ഇത് ഷൂട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ നാട്ടിലുണ്ട്, അപ്പം നാട്ടിൽ നിന്നുള്ള സീൻസാണ് ഇതൊക്കെ. അഗെയിൻ ഇത് അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ആർസനൽ ദേ മേക്ക് ദ 5th സൈനിങ് ക്രിസ്ത്യൻ മൊസ്കേറ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ഇറ്റ് വിൽ ബി ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സൈനിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ക്രിസ്ത്യൻ മൊസ്കേറയുടെ ഹൈലൈറ്റ്സ് ഉണ്ട്. ആ ഒരു പ്രായത്തിൽ ഇത്ര കമ്പോസ്ഡായിട്ട് ഇത്ര ക്ലിനിക്കലായിട്ട് ടാക്കിൾ ചെയ്യുന്ന ഹൈലൈറ്റ്സ് കണ്ട ഐ നോ ഹൈലൈറ്റ്സ് കാണുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവത്തെ. പക്ഷേ എന്നാൽ പോലും ബാക്കി പല ആൾക്കാരുടെയും ഹൈലൈറ്റ്സ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു ഹൈലൈറ്റ്സ് കാണുമ്പോൾ എന്തോ ഒരു കോൺഫിഡൻസ് നമുക്ക് തോന്നുന്നു അല്ലേ? എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. ഇൻ മൈ ഒപ്പീനിയൻ ഞാൻ ഇപ്പോഴേ പറയുകയാണ്, ഐ തിങ്ക് ദിസ് വിൽ ബി ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സൈനിങ് ഓഫ് ദിസ് സീസൺ ഫോർ ദിസ് പ്രീമിയർ ലീഗ് വെൻ ഇറ്റ് കംസ് ടു ഡിഫൻഡേഴ്സ്. ഡിഫൻഡറിലെ ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സൈനിങ് ആയിരിക്കും ക്രിസ്ത്യൻ മൊസ്കേറ എന്ന് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നത് പുള്ളി ഇങ്ങനെ സലീബയ്ക്ക് ഒരു ഡേ ഓഫ് കൊടുക്കുമ്പോൾ പുള്ളി ഇങ്ങനെ വന്നിട്ട് ഒരു കിഡിലം പെർഫോമൻസ് ഒക്കെ കാണിച്ചു വെച്ചിട്ട്, അതിപ്പോൾ കപ്പ് ഗെയിംസിലാവാം, ചാമ്പ്യൻസ് ലീഗിലാവാം, ഏത് ഗെയിമിലാണെങ്കിലും അങ്ങനെ ഒരു പെർഫോമൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ക്രിസ്ത്യൻ മൊസ്കേറയിൽ നിന്ന്. ആ ഹൈലൈറ്റ്സ് ഒക്കെ അത്ര പ്രോമിസിങ് ആണ്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പം കെപ്പയായി, ക്രിസ്ത്യൻ നോർഗഡായി, നമ്മുടെ നോണി മടുവക്കയായി, ക്രിസ്ത്യൻ മൊസ്കേറയായി, ഓഫ് കോഴ്സ് സുബമെൻഡിയായി, ഓഫ് കോഴ്സ് നമ്മുടെ ഗ്യോക്കറേസ് ആയിരിക്കുന്നു. അത് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഓഫ് കോഴ്സ് മെഡിക്കലൊക്കെ സിംഗപ്പൂരിൽ സെറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ലണ്ടനിൽ സെറ്റ് ചെയ്യുന്നു, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷേ എന്നാൽ പോലും സൂൺ ഞാൻ ഈ വീഡിയോ റിലീസ് ചെയ്യുമ്പം ഓഫ് കോഴ്സ് അത് അനൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അഗെയിൻ വെരി ഹാപ്പി വിത്ത് ദിസ് സൈനിങ് ഓൾസോ. കാരണം ആ ഡിഫൻസിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗാബ്രിയലിന് ഇഞ്ചുറി ആയപ്പം കിവിയോർ വന്നിട്ടാണ് നല്ല രീതിയിൽ കവർ ചെയ്തത്. സോ ആ ഒരു സെയിം കൈൻഡ് ഓഫ് കവറിങ് ആൻഡ് ഐ എം ഹാപ്പി ഓൾസോ കിവിയോറിനെ നമ്മൾ കീപ്പ് ചെയ്ത്. ആ അസിസ്റ്റ് കണ്ടില്ലായിരുന്നോ? AC മിലാനെതിരെ നമ്മുടെ സാക്കിക്ക് കൊടുത്ത അസിസ്റ്റ്, ഓ മൈ ഗോഡ്, എന്തൊരു കിട്ടില്ല അസിസ്റ്റ് ആയിരുന്നു അല്ലേ കിവിയോറിൻ്റെ വക. സോ ഐ എം ഹാപ്പി ദാറ്റ് കിവിയോർ ഈസ് സ്റ്റേയിങ്. ഓക്കെ, അതുപോലെ തന്നെ ഐ എം ഹാപ്പി ദാറ്റ് ആ ഏരിയയിലേക്ക് കുറച്ചുകൂടെ ഡെപ്ത് ആഡ് ചെയ്യുന്നതിലേക്ക് ഐ എം റിയലി ഹാപ്പി. ഇനി നമുക്ക് വേണ്ടതറിയാം, ലെഫ്റ്റ് വിങ് ആണ്. എസേനെ നമ്മൾ റിയലി ചേസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ 2-3 ദിവസമായിട്ട് കുറച്ച് ട്രാവലിങ്ങിനായിരുന്നു, അതുകൊണ്ട് എനിക്ക് അധികം ഫോളോ ചെയ്യാൻ പറ്റിയില്ല ആരാണ് ഇതിലേക്ക് വരുന്നതെന്ന്. എസയാണ് നമ്മളിപ്പോഴും സ്ട്രോങ്ലി ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്നത്. സോ എസേനെ നമുക്ക് മേടിക്കാൻ പറ്റട്ടെ, എസേനെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരാളായിട്ട് വരട്ടെ എന്ന് ഞാൻ റിയലി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നത്തിങ് എൽസ് ടു റിപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്, വെരി ഹാപ്പി ഗൂണർ, അത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. താങ്ക് യു സോ മച്ച്.